നമസ്കാരം, ഞാൻ അമൃത സുരേഷാണ്. ഞാനൊരു അതുപോലെ ഐഡിയ സ്റ്റാർസിംഗിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയതിനു ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട് അദ്ദേഹം സുരേഷ് സാർ അദ്ദേഹം പറഞ്ഞു എനിക്കും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ, കാരണം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ കൂടെ ഞങ്ങളൊരു 10-40ഓളം പേരുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യൽ പരിപാടി. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം അമൃത സുരേഷിന് തള്ളക്കി വിളിക്കാൻ ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ഈ വൃദ്ധസദനങ്ങളെയൊക്കെ പറ്റിയിട്ടൊക്കെ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവിടുത്തെ അവസ്ഥകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ വൃദ്ധസദനത്തിൽ പെട്ടിട്ടുള്ള വയസ്സായ ആൾക്കാരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ല വിഷമം വരും. മിക്കവരും മക്കളൊക്കെ ഉപേക്ഷിച്ച്, മക്കൾ മറ്റേ പുറത്തു അങ്ങൊക്കെ പോകുമ്പോൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ടും ഒക്കെ പോകുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അതുപോലെ തന്നെ മക്കളെ സ്വന്തം ജീവനേറെ സ്നേഹിക്കുകയും എന്നാൽ മക്കൾ വളർന്ന് വലുതായതിനു ശേഷം ഈ മാതാപിതാക്കളെ കൊണ്ട് വല്ല വൃദ്ധസദനത്തിൽ ഇട്ടിട്ട് അവരെ തോന്നിയ മാസത്തിനങ്ങ് പോകും. മാസം എന്തെങ്കിലും പൈസ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, തീർന്നല്ല. പിന്നെ വേറെ ഒന്നും നോക്കാനില്ലല്ലോ. പിന്നെ അവർ ചത്ത് കുഴിയിലോട്ട് എടുക്കുന്ന സമയത്ത് എല്ലാം കൂടി കൂടും കെടുക്കുക, എടുത്തൊന്ന് കൈയും കെട്ടിന്ന് 2 കള്ള കണ്ണുനീര് ഒഴുകിയിട്ട് പോകും. ഇതാണ് നടക്കുന്നത്. ഇന്ന് വൃദ്ധസദനങ്ങളും അതുപോലെ തന്നെ അനാഥാലയങ്ങളും എല്ലാം പെരുകി വരുന്നതിൻ്റെയൊക്കെ റീസൺ ഇത് തന്നെ. ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ, അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ, ഇതെല്ലാം നടന്നു വരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്ന ഒരുപാട് എണ്ണം കൂടി വരുന്നത്. ഇപ്പൊ നമ്മുടെ വിഷയം അമൃത സുരേഷിനെ അറിയാലോ, ബാലയുടെ എക്സ് വൈഫായിട്ടുള്ള അമൃത സുരേഷ്. അതുപോലെ തന്നെ ഐഡിയ സ്റ്റാർസിംഗ് വഴിയാണ് ആൾ ആദ്യമായിട്ട് ഈ ലൈം ലൈറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അമൃത സുരേഷും തന്റെ അപ്പനെ അവസാന കാലഘട്ടത്തിൽ കൊണ്ട് വൃദ്ധസദനത്തിൽ ഉപേക്ഷിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ഉയരുന്നത്. അത് ഉയരാനുണ്ടായ സാധ്യത എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റേ തമ്മിൽ എന്ന് പറയുന്ന പരിപാടിയിൽ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഷോയില് ആ ഒരു വ്യക്തി, അതായത് ആ വ്യക്തിയുടെ പേര് അനിൽ ജോസ് എന്നാണ്. ആ വ്യക്തി വന്നിട്ട് കുറച്ച് സംഭവങ്ങൾ അങ്ങോട്ടങ്ങ് വിളിച്ചു പറഞ്ഞു. അതോടെ ഇന്നാപിടി അമ്മച്ചിയുടെ മാവും കലവോ എന്നും ആയി. അതായത് ആ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ട് ഈ പരിപാടി. ഇങ്ങനെ വന്നിട്ട് ഓരോ വിഷയങ്ങൾ ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ വൃദ്ധസദനം പെരുകുന്ന കേരളം എന്ന് പറഞ്ഞുകൊണ്ടൊരു ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു ആ സംസാരം, ആ ഒരു ചർച്ച. അപ്പൊ അതില് വൃദ്ധസദനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ വൃദ്ധസദനത്തിലുള്ള വയസ്സായ അച്ഛന്മാര്, അമ്മമാർ, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് ഈ അനിൽ ജോസ് എന്ന് പറയുന്ന വ്യക്തി ഈ അമൃത സുരേഷിന്റെ അച്ഛനായിട്ടുള്ള വ്യക്തിയുടെ പേരെടുത്തിട്ടിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലും ഈ അവസാന കാലഘട്ടത്തിൽ, അതായത് ഈ അമൃത സുരേഷിന്റെ അച്ഛന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഈ അനിൽ ജോസ് ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ അതിനൊരു ക്ലാരിറ്റി ഈ അനിൽ ജോസ് കൊടുത്തിട്ടില്ലായിരുന്നു. അതേ തുടർന്ന് തന്നെ അമൃത സുരേഷിന് തള്ളക്കുളി കിട്ടി തുടങ്ങി. എടി നീ നിന്റെ അപ്പനെ നോക്കിയില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ അമൃത സുരേഷ് മാത്രമല്ല, അഭിരാമി സുരേഷും ആ അച്ഛന്റെ മകളല്ലേ. അഭിരാമി സുരേഷിന് തള്ളക്കുള്ളിയുടെ ഷെയർ പോയില്ല. അതിന്റെ റീസൺ ആൾക്കാർ ചിന്തിക്കുന്നില്ല. അമൃത സുരേഷിന്റെ പേര് മാത്രമല്ല അനിൽ ജോസ് അണ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാരും കൂടി നേരെ പോയി അമൃത സുരേഷിനെ തെറി വിളിച്ചു. എന്തായാലും കാള പറ്റൂ എന്ന് കേൾക്കും മുമ്പേ കയറെടുക്കുന്ന കേരളമാണല്ലോ കേരളം. അതുകൊണ്ട് ഒന്നും തിരിഞ്ഞു നോക്കില്ല, നേരെ തെറി വിളിയായിരുന്നു അമൃതയ്ക്കിട്ട്. എന്തായാലും നമുക്ക് അനിൽ ജോസ് എന്ന് പറയുന്ന ചേട്ടൻ പറഞ്ഞത് കേട്ടു നോക്കാം. അപ്പോ താങ്കളുടെ സ്ഥാപനം എങ്ങനെയാ പോകുന്നത് കാര്യം? നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഡൊണേഷൻ സ്വീകരിക്കില്ല, ഒരു പൈസയും വാങ്ങില്ല. പിന്നെ എങ്ങനെയാ ചെലവ് മീറ്റ് ചെയ്യുന്നത്? അവിടെ ഒരു കമ്മ്യൂൺ ഉണ്ട്. കമ്മ്യൂൺ എന്നാ പറയാ. അവിടെ ആണ് പെണ്ണ് എവിടെ വർക്ക് ചെയ്യുന്നത്? വൈറ്റിലേക്ക്. എത്ര പേരുണ്ട് ഇപ്പോ ഇന്ന് നോക്കുകയാണെങ്കിൽ 12 പേര്. ആണ്, പെണ്ണ്, ട്രാൻസ്, സിംഗിൾ പേരന്റ്, ലിവിംഗ് ടൂതർ, LGBT, സീനിയർ സിറ്റിസൺ, മാരീഡ്, ഡൈവോഴ്സ്ഡ്, ഡിസേബിൾഡ്, കുഞ്ഞുങ്ങൾ, അങ്ങനെ എല്ലാവരും ഒരുമിച്ചാണ്. മനുഷ്യന്മാരുടെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ചാണ് താമസിക്കുക. അവിടുത്തെ 4 കണ്ടീഷൻസാ പറയുന്നത്. ഒന്ന്, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ നമ്മുടെ കൂടെയുള്ള ശരീരത്തിന് ഹാനികരമായ എന്തെങ്കിലും ശീലമുള്ളവർക്ക് താമസ സൗകര്യം ഇല്ല. മയക്കുമരുന്ന്, പുകവലി, അത്തരം ശീലമുള്ളവർക്ക്, അത് ഉപയോഗിച്ചിടാനല്ല, ശീലമുള്ളവർ നമ്മൾ എടുക്കില്ല. രണ്ടാമത്തെ കാര്യം, സ്വന്തം ചെലവെടുക്കണം. മൂന്നാമത്തെ കാര്യം, പാലിയേറ്റീവ് കെയർ ഇല്ല, നമുക്ക് സംവിധാനമില്ല, സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവരുടെ സ്ഥാപനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം മാത്രം തരും, കയറി കിടക്കാനുള്ള സ്ഥലം കിട്ടും, സ്വന്തം ചെലവും കാര്യങ്ങളും എല്ലാം സ്വന്തമായിട്ട് നോക്കണം. ആർക്ക് വേണം താമസിക്കാം, ഈ പറഞ്ഞതുപോലെ ആർക്ക് വേണം വരാൻ പോവാം. പക്ഷേ ഈ ദുശീലങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാൻ ഒരു സ്ഥലം മാത്രം കിട്ടും, വാടക കൊടുക്കാതെ കിടക്കാം, ആ ഒരു സെറ്റപ്പ്. അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് അവർ പോകുന്നുണ്ട്. 10-12 പേര് ഇപ്പൊ നിലവിലുണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല കാര്യം, അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. എന്നാൽ ഇതൊന്നും അല്ല ഇവിടെ വിഷയം. അങ്ങനെ ഇവരുടെ സ്ഥാപനത്തില്
ഈ പറയുന്ന അമൃത സുരേഷിന്റെ അച്ഛനും താമസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ വലിയ വിഷയമായത്. അതുമായി ബന്ധപ്പെട്ട് ഇയാൾ പറയുന്ന കേട്ടു നോക്കാം. അതേസമയം ഇതിനു മുമ്പ് MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയതിനു ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട് അദ്ദേഹമാണ് വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റ്. മകള് ആ പ്രോഗ്രാം വേണ്ടി വന്ന് ഫേമസ് ആയതാണ്. അതർവൈസ് ബോൺ ആയിട്ടുള്ള ടാലന്റ് ഉള്ള അദ്ദേഹത്തിനാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രോഗ്രാമൊക്കെ പിന്നെ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇവരടുത്തായിരുന്നു ഈ പറയുന്ന സുരേഷ് ഏട്ടന്റെ താമസവും ഒക്കെ ആയിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് പ്രോഗ്രാമിന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മരിക്കുന്നതിനൊക്കെ കുറച്ച് നാൾ മുന്നേ ആയിരുന്നു ഇവിടെ നിന്ന് ഈ സുരേഷ് ഏട്ടൻ പോയതെന്നാണ് ഈ വ്യക്തി പറഞ്ഞു വെക്കുന്നത്, നമ്മുടെ അനിൽ ജോസ് ചേട്ടൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ ഈ ഒരു സ്ഥാപനത്തിൽ ഈ പറയുന്ന സുരേഷ് ഏട്ടൻ ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തായാലും അമൃത സുരേഷ് വലിയ നന്മമരം പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ സ്വന്തം അപ്പനെ തിരിഞ്ഞു നോക്കിയില്ല. ആ അപ്പൻ ഒരു അനാഥാലയത്തിലാണ് അവസാന കാലഘട്ടത്തിൽ പോയി കിടന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അത് വന്നപ്പോൾ തന്നെ അമൃതയ്ക്ക് നല്ല നെഗറ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ ഇതിന്റെ സത്യാവസ്ഥ പോലും അറിയുന്നില്ല. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ വന്നിരുന്നിട്ട് ഈ വ്യക്തി ഇത്രേ പറഞ്ഞിട്ട് പോകുന്നുള്ളൂ. അതായത് നമ്മുടെ ഐഡിയ സ്റ്റാർസിംഗിൽ ഉണ്ടായിരുന്ന അമൃത സുരേഷിന്റെ അച്ഛനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഓഹോ, അപ്പൊ അവസാന കാലഘട്ടത്ത് തിരിഞ്ഞു നോക്കിയില്ല അങ്ങേരെ മൊത്തം വൃദ്ധസദനത്തിലായിരുന്നു. ഇങ്ങനെ 2 തണ്ടും തടിയുള്ള മക്കളുണ്ടായിരുന്നിട്ടും ആ അപ്പൻ ഈ ഗതി വന്നല്ലോ എന്നാണ് നാട്ടുകാർ ചിന്തിക്കാൻ തുടങ്ങി. നാട്ടുകാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങേര് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങേര് വാലും തുമ്പുമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് പോയി. അതേ തുടർന്ന് ആ മോളാണ് തെറിവിളി മൊത്തം കേട്ടത്. ബാക്കി എന്ത് കാരണം ഈ 12 നമ്പർ ലിമിറ്റ് ചെയ്യാൻ കാര്യം എന്തോ? ഇപ്പൊ 12 പേരേ ഉള്ളൂ. അല്ല, ഈ പ്രോഗ്രാം കഴിയുന്നതോടെ ചിലപ്പോൾ 12,000 ആൾക്കാരെ കിട്ടിയെന്ന് വരും. അല്ല, അത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഈ ഇവരൊക്കെ ചെയ്യുന്ന കാര്യം വലിയ പുണ്യപ്രവൃത്തിയാണ്. അതെ അതെ അതെ. എത്രയോ പേര് സ്വന്തം വീട്ടില് ഒറ്റയ്ക്കായി പോകുന്നവര്, സ്നേഹമില്ലാതായി പോകുന്നവര്, പല വീട്ടിലും സ്വത്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനും അമ്മേനെയും പിന്നെ പട്ടിയുടെ വില പോലും, പട്ടിക്ക് വിലയില്ല എന്നല്ല ഞാൻ പറഞ്ഞു, വില പോലും കൽപ്പിക്കാത്ത ഇടത്ത് അവർക്ക് സ്നേഹത്തോടു കൂടി പലരും ആ സ്നേഹം കൊടുക്കുകയും ഒരുമിച്ചിരിക്കാനുള്ള സാഹചര്യം വളരെ നല്ല കാര്യമാണ്. എനിക്ക് ഒരു സ്റ്റെപ്പും കൂടി പറയാനുള്ളത്, നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ആണ്. നേരത്തെ ചോദിച്ചല്ലോ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോ ഞങ്ങളുടെ അവിടെ പെയ്ഡ് സ്റ്റാഫ് ഇല്ല. എല്ലാരും കൂടി ആദ്യം എഴുന്നേക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുക, അടുത്ത നേരത്തെ വേറെ ആൾ ഉണ്ടാക്കുക. അങ്ങനെ ആയാലും കുഴപ്പമില്ല. രണ്ടാമത്തെ നേരം, ആദ്യത്തെ നേരം മാത്രമല്ലോ, രാവിലെ മാത്രമല്ലോ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, അടുത്ത നേരം അവരുണ്ടായിക്കോളും. ആകെ നമ്മളിങ്ങനെ ഉപദ്രവിക്കാറില്ല. നമ്മളിവിടെ ആക്ടിവിറ്റീസ് ഉള്ളത്. അവിടെ ആക്ടിവിറ്റീസ് ഒന്ന് യൂസ്ഡ് ക്ലോത്ത് ബാങ്ക് ആണ്. നമ്മൾ ആൾക്കാർക്ക് ഓരോ തൊഴിൽ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്കൊരു കുഞ്ഞു വിയോജിപ്പുള്ളത്, ഈ സ്നേഹത്തോടെ കഴിയുന്ന സ്ഥലത്തും അവർക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇത് ഈ ഭക്ഷണം മാത്രം കൊടുക്കുന്നതായി മാറാതെ അവിടെ അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരണം. ഇപ്പൊ നമ്മളൊക്കെ അമ്മമാരൊക്കെ എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ അല്ലാതായി പോകുന്നതിനോ സംശയം. ചുരുക്കി പറഞ്ഞ നല്ലൊരു കാര്യം തന്നെയാണ് ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ ഈ വെറുതെ വന്നിരുന്നിട്ട് കുറച്ച് ആൾക്കാർ വയസ്സാം കാലത്ത് വന്ന് ഇരിക്കുന്നവര് വെറുതെ വന്നിരുന്ന് തിന്നും തോറി ഇരുന്ന് ഈച്ചടിച്ചടിച്ച് പോവാറുണ്ട്. അവരുടെ അവസാന കാലഘട്ടത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് അവർക്ക് തന്നെ അവിടെ ഒരു പ്രചോദനമായി മാറി കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ വ്യക്തിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും നല്ല ഫ്രീ മൈൻഡായിട്ട് നിൽക്കാം, അടിപൊളിയായിട്ട് നിൽക്കാം, അവരുടെ കാര്യങ്ങൾ നോക്കി നിൽക്കാം, ഈ ചത്തുകുത്തി ഇരിക്കണ്ട, നല്ല എൻജോയ്മെന്റ്. ആ ഒരു സാധനം അത് നല്ലത് തന്നെയാണ്. കുഞ്ഞു ജോലിയൊക്കെ ചെയ്ത് അത് നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ അവനവന്റെ ചെലവ് അവനവൻ നോക്കണം. അതിന് ഇനിയിപ്പോ പൈസ ഇവിടെ നിന്ന് ഇട്ടുവെന്തോ, വയസ്സാങ്കാലത്ത് മാതാപിതാക്കളെ കൊണ്ട് എറിഞ്ഞിട്ട് പോകുന്ന മക്കളാണെങ്കിൽ കൊടുക്കുമായിരിക്കും അല്ലേ, ചിലവിന് എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുമായിരിക്കും. അതായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ തന്നെയാണ് മിക്കവരും ഇപ്പോ എന്ത് പറയാ, പണം ഉണ്ടാക്കുന്നതിന്റെ പിന്നാലെ മക്കൾ ഓടുമ്പോൾ മാതാപിതാക്കളെ, അതായത് ഈ മക്കളെ വളർത്തി നിലയിലാക്കിയ മാതാപിതാക്കളെ ഇവന്മാർ വലിച്ചെറിഞ്ഞിട്ട് പോകും. അത് ഇവന്മാരും യുവളന്മാരില്ല, രണ്ടും കണക്ക് തന്നെയാണ്, വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് പോകും. ഈ മാതാപിതാക്കള് അവരുടെ നല്ല കാലം മൊത്തം ചോര നീരാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചിലപ്പോൾ മക്കളെ കെട്ടിച്ചു വിടും, അല്ല പെൺമക്കളാണ് കെട്ടിച്ചു വിടും, പയ്യന്മാരാണെങ്കിൽ അവരെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കും. അതായത് ഇപ്പം ഒരു അച്ഛനും അമ്മയും ആയിക്കഴിഞ്ഞാൽ അവർ പിന്നെ ജീവിക്കുന്ന അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ മക്കളുടെ വളർച്ച, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അവരുടെ കരിയറിനുണ്ടാകുന്ന ഗ്രോത്ത്, ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ആ മാതാപിതാക്കൾ സന്തോഷിക്കുന്നത്. അങ്ങനെ മക്കൾ ഒരു ഘട്ടം കഴിയുമ്പോൾ വലിയ ഉയർന്ന നിലയിലെത്തുമ്പോൾ ഈ മാതാപിതാക്കൾ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ പറയുന്നത്, അങ്ങനെ ഉപേക്ഷിക്കും. അവർ പിന്നെ അവരുടെ ജീവിതം, അവരുടെ പാർട്ട്ണർ, അവരുടെ മക്കൾ, അങ്ങനെ അങ്ങ് അവരെ കോൺസെപ്റ്റ് പോകും. അപ്പൊ ഇവിടെ ബാധ്യതയായി മാറുന്നത് ഈ വയസ്സായ മാതാപിതാക്കളായിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വല്ല വൃദ്ധസാധനത്തിലും കൊണ്ടങ്ങിട്ട് എന്നിട്ട് അവിടെ നക്കാപ്പിച്ച് എന്തെങ്കിലും ചിലവിന് വിട്ടുകൊടുക്കും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും ഇപ്പൊ നടക്കുന്നത്. എന്ത് പറയാൻ,
മക്കൾ വളർന്നു കഴിയുമ്പോൾ മക്കൾ പിന്നെ ഈ വളർത്തിയ മാതാപിതാക്കളെ വേണ്ട. നാളെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. ആ മക്കൾ ഇതുപോലെ മാതാപിതാക്കളെ അങ്ങ് ഉപേക്ഷിക്കും. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ജന്മം തന്ന നമ്മളെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ച മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്തൊക്കെ കൊട്ടാരങ്ങൾ കെട്ടി പണിതാലും അതിനൊരു അർത്ഥമില്ല. അത് എൻ്റെ ഒരു ഊഹം പറയുകയാണെങ്കിൽ താൽക്കാലികം മാത്രമായിരിക്കും. നാളെ ഇതേ അവസ്ഥ നിനക്കും ഉണ്ടാകും. ഈ കൊണ്ട് വൃദ്ധസദനത്തിൽ അപ്പനും അമ്മ ആക്കുന്ന അതേ മക്കൾക്ക് നാളെ അതേ അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെ ജനിപ്പിച്ച തന്തയും തള്ളയും അവരുടെ അവസാന കാലഘട്ടം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില മക്കളുണ്ട് വസ്തുവും കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിക്കും. ഇത് നല്ലൊരു കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ ഇത്രയും കണ്ടിട്ടുണ്ട്, ഇത്രയും പറയുന്നുണ്ട്, ഇത്രയും സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വലിയ കാര്യം എന്നുള്ള കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. ആരും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എല്ലാവരും ഒന്ന് പണത്തിന്റെ പിന്നാലെ ഓടും. അവരവരുടെ കരിയർ ഗ്രോത്ത് കാര്യങ്ങൾ അങ്ങനെ പോകും. അതിൻ്റെ ഇടയിൽ മാതാപിതാക്കളുടെ ജീവിതമാണ് കുളമായിട്ട് പോകുന്നത്. ഓക്കെ, എന്തായാലും ഇങ്ങനൊരു തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഇങ്ങനൊരു സംഭവം വന്നതിന് ശേഷം അമൃത സുരേഷിനാണ് പൊങ്കാല കിട്ടി തുടങ്ങിയത്. എവള് സ്വന്തം അപ്പനെ നോക്കിയില്ല. ഇങ്ങനെ ഒരു വാക്ക് മാത്രമേ പറഞ്ഞിട്ട് പോയോളൂ. അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് ഏട്ട ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ വേറെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് വരാം. അതിനു മുന്നേ ഈ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ താഴെ വന്ന കമന്റ്സ് ഒന്ന് നോക്കാം. അമൃത സുരേഷിന്റെ അച്ഛൻ അവിടെ ആയിരുന്നു. ഇനി അമൃത സുരേഷിന്റെ ഇന്റർവ്യൂ പ്രതീക്ഷിക്കാം. ഇത് കഴിയുമ്പോൾ അമൃത സുരേഷ് എയറിലാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമൃത സുരേഷ് നല്ല തെറിവിളി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മൂഞ്ചിയിരിക്കുന്ന അവസ്ഥയിൽ ഈ അനിൽ ജോസ് എന്ന് പറയുന്ന അണ്ണൻ ഇതിന്റെ സത്യാവസ്ഥ അങ്ങോട്ട് ക്ലാരിറ്റി ചെയ്തു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചിട്ടുള്ള വിഡ്ഢിത്തരമാണ്. ഒന്നുകിൽ ആ കാര്യം ഫുള്ളായിട്ട് പറയണമായിരുന്നു. അല്ലാണ്ട് രണ്ട് വ്യക്തികളുടെ പേര്, വേറെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അഡ്വക്കേറ്റിന്റെ. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും, മക്കൾ അവിടെ കൊണ്ടാക്കിയിട്ട് അവരവരെ വാർഡ് നോക്കി പോയി എന്നേ വിചാരിക്കത്തുള്ളൂ. പക്ഷെ അത് അങ്ങനെയല്ല. ഇന്നതാണ് അവിടെ സംഭവിച്ചതെന്ന് നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കണമായിരുന്നു. അല്ലാത്ത പക്ഷേ നിങ്ങൾ അവരുടെ പേര് പറയാൻ പാടില്ല. നിങ്ങൾക്ക് പറയാമായിരുന്നു ഇങ്ങനെ വലിയ വലിയ സെലിബ്രിറ്റികളുടെ അച്ഛനടക്കം അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. അതിന് ചിലപ്പോൾ ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിക്കും ആരാ സെലിബ്രിറ്റി, അത്രേ ചോദ്യം വരത്തുള്ളൂ. പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ അറിയത്തില്ല. മറിച്ച് നിങ്ങളിങ്ങനെ പേര് പറയുന്ന സമയത്ത് അവര് ഈ വൃദ്ധസാധനത്തിൽ കൊണ്ട് അവരുടെ അപ്പനെ ആക്കിയിട്ട് പോലുമില്ല. ആക്കാത്ത പക്ഷം എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ആരോപണം ഇടുമ്പോൾ ഫുള്ള് തെറിവിളി അവർക്ക് കിട്ടും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അവരവരുടെ അച്ഛനെ സൂപ്പറായിട്ട് നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛന് ഒരു ആഗ്രഹമായിരുന്നു കുറച്ച് ദിവസം അവരോടൊപ്പം പോയി താമസിക്കണമെന്ന്. ആ ആഗ്രഹം മക്കൾ സാധിച്ചു കൊടുത്തു. അല്ലാണ്ട് ആ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കാരണം പൂര തെറിവിളിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് വിട്ടിത്തനങ്ങൾ വിളിച്ച് വിളമ്പാതിരിക്കുക. നമ്മളിപ്പോ പറയുമ്പോൾ വേണമെങ്കിൽ പറയാം ഒരുപാട് സെലിബ്രിറ്റികളുടെ അച്ഛനൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് വന്നിരുന്നിട്ട് ഇന്ന ആളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് അവരെ ബാധിക്കും. പ്രത്യേകിച്ച് അവർ കൊണ്ട് ആക്കിയെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. അവരെങ്ങനെ കൊണ്ട് അച്ഛനെയും അമ്മയൊക്കെ പുറന്തള്ളി കൊണ്ട് അവിടെ ഇട്ടതാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ അംഗീകരിക്കാം. മറിച്ച് അതല്ല സത്യം എങ്കിൽ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കണമെന്ന് അത് നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്നാൽ അതിനുശേഷം ഇപ്പൊ എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്, കേട്ടോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനിൽ ജോസ് ആണ്. മിത്രകുലം എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കമ്മ്യൂൺ ഉണ്ട് നമുക്കിവിടെ. ആണും പെണ്ണും ട്രാൻസും സിംഗിൾ പേരന്റും ലിവിംഗ് ടൂറും LGBTയും സീനിയർ സിറ്റിസണും മാരീഡും ഡൈവോഴ്സും ഡിസേബിൾഡ് ഒരുമിച്ച് താമസിക്കുന്നത്. ഇത് ഒരു അനാഥാലയമല്ല. ഇവിടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കിയ ആൾക്കാർക്ക് വന്ന് താമസിക്കാനുള്ള ഇടമല്ല. ഇവിടെ എല്ലാത്തിനും മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഇടമാണ്. ഈ കഴിഞ്ഞ ദിവസം 24 ചാനലിൽ വന്നിരുന്ന പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. തമ്മിൽ എന്ന പ്രോഗ്രാമിനകത്ത് ഞാനും ഉണ്ടായിരുന്നു. അതിനകത്ത് പങ്കെടുത്ത മറ്റെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു അനാഥാലയമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പൊ അവരെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറയാൻ ശ്രമിച്ച് അനാഥാലയങ്ങളല്ല വേണ്ടിയത്, പകരം കമ്മ്യൂണുകളാണ്. മനുഷ്യന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഇടം. പണ്ട് നമ്മൾ ഗോത്രങ്ങളായിട്ട് താമസിച്ചിരുന്നു. അതിനുശേഷം വലിയ ജോയിന്റ് ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ അണുകുടുംബങ്ങളായി മാറി വന്നവരോട് പലർക്കും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കുടുംബങ്ങളാകുമ്പോഴത്തേ പല പല പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ വരുന്നവർക്കെല്ലാം താമസിക്കാനുള്ള സ്പേസ് ആയിട്ട് കമ്മ്യൂണൽ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നാട്ടുകാർക്ക് അറിയുന്ന രണ്ടുപേരുടെ പേര് പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, അതേപോലെ തന്നെ അമൃത സുരേഷിന്റെ അച്ഛൻ, ഐഡിയ സ്റ്റാർ സിംഗറിലെ ഫേമസ് ആയ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം കമ്മ്യൂണായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വന്നിരുന്നത്. എബ്രഹാം ലോറൻസ് സാറിനെ ആണെങ്കിൽ ആദ്യത്തെ സ്ട്രോക്ക് കഴിയുമ്പോൾ എനിക്കറിയില്ല, രണ്ടാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നടന്നതിന് ശേഷമാണ് എന്റെ അടുത്ത് വന്നത്, വർത്താനം പറഞ്ഞത്, സംസാരിച്ച് ബന്ധപ്പെട്ടു. അപ്പോഴത്തേക്കാണ് പറഞ്ഞു ഞാനില്ല, ഇങ്ങനെ കമ്മ്യൂണിലാണ് എനിക്ക് താമസിക്കേണ്ടത്, എനിക്കിനി വീടുകളല്ല താമസിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ താമസിച്ചത്. അതുപോലെ ഈ സുരേഷ് സാർ അദ്ദേഹത്തിന്റെ അമ്മയും കൊണ്ടാണ് ആദ്യം വന്നത്, 96 വയസ്സുള്ള അമ്മ. അപ്പം അമൃത മാമിന്റെയും ഇവരുടെയൊക്കെ കൂടെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഈ അമ്മ ഒറ്റയ്ക്കായി പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി അന്വേഷിച്ചു വന്ന് കണ്ടെത്തിയതാണ്. അപ്പൊ അമ്മ അവിടെ കുറെ കാലം താമസിച്ചു.
1-2 മാസത്തോളം അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ടാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം അമ്മ പോയി കഴിഞ്ഞ ശേഷം സുരേഷ് സാർ ഞങ്ങളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ട്രസ്റ്റി ആയിട്ട് നമുക്ക് വേറെ ഫോർമാലിറ്റീസ് ട്രസ്റ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്കും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ കൂടെ ഞങ്ങളൊരു 10-40ഓളം പേരുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യൽ പരിപാടികളൊക്കെയാണ്. ഓരോരുത്തരും അവരുടെ എക്സ്പെൻസ് എടുക്കണം. അവിടെ 4 കണ്ടീഷൻസ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ മദ്യം, മയക്കുമരുന്ന് പോലുള്ള ശീലങ്ങളില്ലാത്തവർ. കാരണം വെച്ചാൽ അന്തസ്സോടെ ജീവിക്കുന്ന സമയത്ത് ഇതൊന്നും ആവശ്യമില്ല. ജീവിതം തന്നെയാണ് സ്പിരിറ്റ്. ഓക്കെ, ഇതിന്റെ സത്യാവസ്ഥ കേട്ടപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ചുമ്മാ എല്ലാവരും കൂടി അമൃതയെ തെറി വിളിച്ചത്. കാരണം ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായത്. അതായത് അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അങ്ങേരുടെ അമ്മയെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ മടിച്ചിട്ട് അവിടെ കൊണ്ടാക്കിയിട്ട് കൂടെ ഒരു ബൈസ്റ്റാൻഡറിനെയും കൂടെ ആക്കിയിട്ടാണ് പോയിട്ടുള്ളതെന്ന് ആണ് പറയുന്നത്. നമുക്കറിയില്ല ഇതിന്റെ സത്യാവസ്ഥ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ വന്നപ്പോ അവിടത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഈ സുരേഷ് ഏട്ടന് അവിടെ താമസിക്കണം, കുറച്ച് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഒരു തോന്നൽ, ഒരു ആഗ്രഹം. ഓക്കെ, ആ ആഗ്രഹത്തോടനുബന്ധിച്ച് അമൃത എടുത്ത് പറഞ്ഞാണ്, അഭിരാമിയുടെ അടുത്തൊക്കെ പറഞ്ഞാണ്. അപ്പൊ അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യും, അച്ഛന്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കൾ പറഞ്ഞു കാണണം. മേ ബി അങ്ങനെ പറഞ്ഞതിനെ തുടർന്നിട്ടാവണം സുരേഷ് ഏട്ടൻ അവിടെ പോയി കുറച്ച് ദിവസം താമസിച്ചത്. ഇതാണ് ഈ വ്യക്തി എവിടെ ചാനലിൽ ജസ്റ്റ് പറഞ്ഞു പോയത്. നിങ്ങൾ ഒന്നുകിൽ ഇത് ക്ലിയർ ആയിട്ട് ഫുള്ള് പറയണമായിരുന്നു, അല്ലാത്ത പക്ഷം പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയ സ്ഥിതിക്ക് ഇത് വലിയൊരു നെഗറ്റീവാണ് ആ കുടുംബത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാരണം ഈ വീഡിയോ എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തുമെന്ന് അറിയത്തില്ല. പക്ഷെ ആ വീഡിയോ നല്ല പോലെ റീച്ചിലോട്ട് പോകും. കാരണം പ്രത്യേകിച്ച് ന്യൂസ് ചാനലാണ് 24-ലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്രയും റീച്ചിലോട്ട് പോയി അമൃതയ്ക്ക് നല്ല തെറികൾ കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും കൂടുതലാണ്. എന്നാൽ ഈ വ്യക്തി ഇത് ക്ലിയർ ആയിട്ട് പറയണമായിരുന്നു, അല്ലാത്ത പക്ഷെ നിങ്ങൾ ആ പേര് എടുത്ത് പറയാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഒന്നുമില്ലെങ്കിൽ ഇത്രയും പ്രായമില്ലേ നിങ്ങൾക്ക്, അതിനുള്ള ഒരു സാമാന്യ ബോധം നിങ്ങളും കാണിക്കണമായിരുന്നു. അല്ലാണ്ട് ഒരാളെ ഇട്ട് കൊടുത്തിട്ട് എണീച്ച് പോയിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് പറയുന്നതിൽ എനിക്ക് എന്തോ വിയോജിപ്പുണ്ട്. അല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കാര്യം പറയണമായിരുന്നു. ഓക്കെ, എന്തായാലും ഇതാണ് സംഭവം. ആ വ്യക്തി അങ്ങനെ പോയി കുറച്ച് ദിവസം തന്റെ ആഗ്രഹത്തോടെയാണ് അത് സ്പെൻഡ് ചെയ്യാൻ നിന്നത്. അത് മക്കളെടുത്ത് ചോദിച്ചപ്പോൾ മക്കൾ അനുവാദം കൊടുത്തു കാണും. അത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ എന്റെയൊക്കെ അച്ഛന് പെട്ടെന്ന് ഒരു ആഗ്രഹം, മോനെ എനിക്ക് വൃദ്ധസദനത്തിൽ കുറച്ച് ദിവസം താമസിക്കണം. അപ്പൊ നമ്മൾ എന്ത് പറയും, അച്ഛൻ അത് പറ്റത്തില്ല, വീട്ടിൽ ഇരി, ചുമ്മാ നാട്ടുകാരെ കൊണ്ടല്ലോ പറയിപ്പിക്കാൻ എന്നേ നമ്മൾ പറയത്തുള്ളൂ അല്ലെ. നാട്ടുകാര് പറയുമോ അവന്റെ അപ്പനെ കൊണ്ട് വൃദ്ധസദനത്തിട്ട്. ഇന്ന് ഈ പറച്ചില് കേൾക്കാൻ മടിച്ചും അത് പേടിച്ച് നമ്മൾ എന്ത് ചെയ്യും, അച്ഛൻ മര്യാദക്കുള്ള ഇത് ഇട്ടോണ്ട് അവിടെ ഇരി, നമുക്ക് അച്ഛൻ എന്തെങ്കിലും വേണമെങ്കിൽ പറ, ഞാൻ വാങ്ങിച്ചു തരാം, ഈ ഒരു മൈൻഡിലായിരിക്കും നമ്മളൊക്കെ ചിലപ്പോൾ സംസാരിക്കുക. ചിലപ്പോൾ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പോലെ ഇരിക്കും. ഓക്കെ, അത് നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ അമൃതയൊക്കെ ആണെങ്കിൽ അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി താമസിക്കാൻ പറഞ്ഞു. അവര് നാട്ടുകാരെന്ത് പറയുമെന്നോ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നോ ഉള്ളൊരു തോട്ടിൽ അവർ ചിന്തിച്ച് കാണത്തില്ല. അതുകൊണ്ടാണ് അച്ഛൻ പോയി അവിടെ അടിപൊളിയായിട്ട് കുറച്ച് ദിവസമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ അവർക്ക് അവരുടേതായ ഏജിലുള്ള കുറെ ആൾക്കാരായിട്ടൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ടെൻഷനോ ഒന്നും ഇല്ലാണ്ട്, ജീവിത പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ചില്ല് ചെയ്ത് പോകാൻ ഒരു നല്ലൊരു മൊമെന്റ് ആണ്. അങ്ങനെ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാനായിട്ടാണ് സുരേഷ് ഏട്ടൻ അവിടെ പോവുകയും. എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് 1.5-2 വർഷം മുന്നേ കണ്ടെന്ന് തോന്നുന്നു മരണപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു കാര്യം ഇപ്പൊ ഇങ്ങേരുടെ ഒരു ഒറ്റ വാക്കിൽ നിന്നാണ് അമൃതയ്ക്ക് നെഗറ്റീവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പം ടൗണിലായതുകൊണ്ട്, പാലാരോട്ടത്തായതുകൊണ്ട് പല സമയത്തും പ്രോഗ്രാം പോകാനൊക്കെ എളുപ്പമാണ്. അപ്പം ഈ സുരേഷ് സാർ വരുന്ന സമയത്തും ഈ അമൃതയോ മറ്റേ അഭിരാമിയോ അവരാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ഈവൻ വൈഫ് പോലും ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ. അതിനുശേഷം പ്രോഗ്രാം പോകുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് പല സമയത്തും ഇവിടെ വന്നിട്ട് അച്ഛനെ സുരേഷ് സാറിനെ പിക്ക് ചെയ്താണ് പോകാറുണ്ടായിരുന്നത്. ഇത് അനാഥാലയമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്പേസ് ആണ്. നിങ്ങൾ ഇടയ്ക്ക് ടൗണിൽ പോകുമ്പോഴത്തേക്ക് ഹോട്ടലിൽ പോയി താമസിക്കുന്നത് അനാഥാലയം അല്ലല്ലോ, നിങ്ങൾ പേ ചെയ്ത് താമസിക്കുകയാണ്. നമ്മുടെ സ്പേസിലും പേ ചെയ്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. അവിടെ ഡെയിലി ബേസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിലോ താമസിക്കാമെന്നുള്ള സൗകര്യം മാത്രം ഉണ്ടായിരുന്നു. അപ്പം കുക്ക് ചെയ്യുന്നതിനകത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് സഹായിക്കും. നമുക്കിവിടെ കുക്ക് ചെയ്യാൻ ആളുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ആൾക്കാരെല്ലാം സുരേഷേട്ടൻ ഉൾപ്പെടെ ആൾക്കാർ ഒരുമിച്ചാണ് അതിനകത്ത് ഇടപെട്ടിരുന്നത്. ആഘോഷങ്ങൾ നമ്മൾ ഒരുമിച്ചായിരുന്നുണ്ടായിരുന്നത്. അവിടെ വരുന്ന ഓരോരുത്തരും ബർത്ത്ഡേ ഒരുമിച്ചാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. നമ്മളത് വീണ്ടും വീണ്ടും പറയാനുള്ളത്, അത് അനാഥാലയം അല്ല. അങ്ങനെ അനാഥാലയത്തിലുള്ള ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്പേസ് അല്ല. ഷോർട്ട് സ്റ്റേ ഹോം അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രശ്നത്തിലാവുന്നവർക്ക് വന്ന് താമസിക്കാം. ഈ സുരേഷ് സാർ മുതൽ കുറെ ആൾക്കാർ അവർക്ക് കമ്മ്യൂണിൽ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് താമസിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കമ്മ്യൂണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ പോലുള്ള സ്ഥലങ്ങളിൽ കിബൂട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഇതുപോലെ കമ്മ്യൂണാണ്. ആ കമ്മ്യൂൺ ഒരുമിച്ച് താമസിക്കുകയാണ് ചെയ്യുക. അതേപോലെ സംവിധാനം പാലാരിവട്ടത്ത് നമ്മൾ താമസിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം അവിടുന്ന് പോയതിനെ കുറിച്ച് നമ്മൾ 21 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിനാൻഷ്യലി ഇത് വയബിൾ ആകാതെ വന്നതോടുകൂടി നമ്മൾ 2023 മെയ്യിൽ നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്തു.
അപ്പൊ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സുരേഷ് സാർ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ മാറുകയാണ്. ഞാൻ നിങ്ങൾ പിന്നെ എടുത്തത് വയറ്റിലേക്ക് എടുത്ത് എരൂരേക്കാണ് ഞങ്ങൾ മാറുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത്രയും ദൂരത്തേക്ക് വരാൻ വയ്യ, അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ തന്നെ പോകുന്നതായിരിക്കും സൗകര്യം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്ത്. പ്രോഗ്രാം എല്ലാം നടത്താൻ വേണ്ടി വന്ന സമയത്തും അതല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്തും എല്ലാം അദ്ദേഹം നമ്മുടെ സ്ഥലത്താണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. പല സമയത്തും വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എല്ലാം ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട്. ഒന്നിലധികം പ്രാവശ്യം ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. എല്ലാ സമയത്തും ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇവരുടെ പിന്നെ സുരേഷ് സാറിന്റെ വൈഫിനെ അല്ലെങ്കിൽ മക്കളെയൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്, അവർ കൊണ്ടുവന്നാക്കുന്നതും തിരിച്ചു പോകുന്നതും. ഇത് അനാഥാലയമല്ല, അങ്ങനെ അനാഥർക്ക് വന്ന് താമസിക്കാനുള്ള സ്പേസും അല്ലത്. ഇവിടെ മനുഷ്യന്മാര് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ആൾക്കാർക്ക് മാറി നിൽക്കേണ്ട സമയത്ത് അങ്ങനെ മാറി നിൽക്കാം, അതിനൊന്നും ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല. ഇവിടെ ഒരു കമ്മ്യൂൺ എന്ന് പറയുന്നത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ആ 24 ചാനലിലും അവസാനമായപ്പോഴത്തേക്ക് ആ അനാഥാലയങ്ങൾ നടത്തുന്ന ആൾക്കാരും പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് അനാഥാലയങ്ങൾ ഇല്ലാത്ത ഒരു കേരളമാണ് ഞങ്ങളുടെ സ്വപ്നം, ഇതുപോലെ മനുഷ്യന്മാർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്കാണ് എത്തേണ്ടതെന്നാണ് പറഞ്ഞത്. അതിന് മാതൃകയാവുന്ന രീതിയിലാണ് നമ്മൾ ഈ മിത്രകുലം എന്ന് പറയുന്ന കമ്മ്യൂൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഞാനിങ്ങനെ കുറെ വീഡിയോസ് ഇപ്പൊ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ അമൃതയും അനിയത്തിയും കൂടി അമ്മയൊക്കെ കൂടി ചേർന്നിട്ട് സുരേഷ് ചേട്ടനെ അനാഥാലയത്തിൽ കൊണ്ടയാക്കി, സുരേഷ് ചേട്ടൻ മരിച്ചതിനകത്ത് കോൺട്രവേഴ്സി ഉണ്ട്, ദുരൂഹതയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നേ ഇല്ല എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ പ്രശസ്തരായ ആൾക്കാർ, അത് സ്ത്രീകളാണെങ്കിൽ അവരെക്കുറിച്ച് അപവാദം പറയാന്ന് പറയുന്നത് നല്ല രസമുള്ള പരിപാടിയാണെന്ന് അവർക്ക് തോന്നുന്നു. ആ ചോര നല്ല രസമാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്റെ പൊന്നേട്ടാ, നിങ്ങൾ അങ്ങനെ ഇനിയിപ്പോ പറഞ്ഞിട്ട് ബാക്കി മൊത്തം നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് വയ്ക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. കാരണം നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ക്ലിയർ കട്ടായിട്ട് പറയാത്തതിനെ തുടർന്നിട്ടാണ് നാട്ടുകാർ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചത്. നാട്ടുകാർക്ക് സംശയമായി. അപ്പോ ഇതുവരെ കേൾക്കാത്തൊരു കാര്യം, പ്രത്യേകിച്ച് അമൃതയുടെ അച്ഛൻ അനാഥാലയത്തിലായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ കമ്മ്യൂണാണെന്ന ഇപ്പൊ അനാഥാലയമാണെന്ന വോട്ടവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഒറ്റ കോൺസെപ്റ്റിലേ വിചാരിക്കത്തുള്ളൂ, അനാഥാലയം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് നാട്ടുകാരെല്ലാം ചിന്തിക്കും, തള്ളേ അപ്പൊ അമൃത കൊണ്ട് അങ്ങനെ ആക്കിയിരുന്നോ സ്വന്തം അപ്പനെ? ഈ ഒരു സാധനം ചിന്തിക്കത്തുള്ളൂ. അതിനുള്ളൊരു ഇടം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇനി മൊത്തം നാട്ടുകാരെ നെഞ്ചത്ത് കുറ്റം വെച്ചിട്ട് നിങ്ങൾ വലിയ നല്ല പിള്ള ചമയുന്ന ആ ഒരു ടോക്ക് രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറയാല്ല, നിങ്ങൾ കാരണമാണ് നാട്ടുകാർ ഇപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയയിലോട്ട് പോയത്, ഈ ഒരു ആരോപണത്തിലോട്ട് പോയത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ലെ? അത് നിങ്ങളാണ് അതിന്റെ റീസൺ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ നല്ല പിള്ള ചമയുന്നു, അതെന്തുവാ? നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഐഡിയ സ്റ്റാർസിംഗിലുള്ള അമൃത സുരേഷിന്റെ അച്ഛനായ സുരേഷ് ഏട്ടൻ ഞങ്ങളോടൊപ്പം കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു അവസാന കാലത്തിന് തൊട്ട് മുമ്പൊക്കെ. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്ത് വിചാരിക്കും നാട്ടുകാര്? തിങ്ക് ഇറ്റ് മാൻ. അല്ലാണ്ട് മൊത്തം നാട്ടുകാരെ നെഞ്ചത്ത് കുറ്റം അടിച്ചു വെക്കല്ലേ. നമ്മളിപ്പോ തെറ്റേണ്ട തെറ്റെന്ന് പറയും. ഇതിപ്പോ നിങ്ങൾ ഒരാൾ കാരണമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നത്. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാനായിട്ട് ഇറങ്ങുക. ഒന്നും പറയാനില്ല. എന്തായാലും പ്രായത്തിന്റെ ഒരു റെസ്പെക്ട് ഞാൻ തരുന്നുണ്ട് ചേട്ടാ, അല്ലാണ്ട് കൂടുതൽ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. ബാക്കിയും കൂടി കേൾക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ പ്രചരിക്കുന്നത് തോന്നുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം അങ്ങനെയേ അല്ല എന്നുള്ളതാണ്. അത് വളരെ രസകരമായിട്ട് ഇത് പക്ഷെ കേട്ടിട്ട് ഇങ്ങനെയുള്ള ഈ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടോ കേട്ടിട്ടോ സുരേഷ് ചേട്ടനെ അറിയുന്ന അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഏതെങ്കിലും രീതിയിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനും കൂടി അതിന് ഭാഗമാണല്ലോ എന്ന് ഓർത്ത് നിർവാചം നിങ്ങളോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എത്രയോ പേരാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ പല ദിവസവും ഞങ്ങളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. സുരേഷ് ചേട്ടൻ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, അപ്പം തബലടിക്കുന്ന ആൾ വരും, ഹാർമോണി അടിക്കുന്ന ആളും സുരേഷ് ചേട്ടൻ ഫ്ലൂട്ടാണ് ഉപയോഗിക്കുക, പാടുന്ന ആൾക്കാർ വരും. ഞങ്ങളുടെ ഇവിടെ താമസിക്കുന്ന പല കുട്ടികളും പാടുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അവർ പാട്ട് പാടും. വൈകുന്നേരങ്ങളിൽ സംഗീത സാന്ദ്രമായിരുന്നു. അതൊന്നും ഒരു ഈ പറയുന്ന പോലെ മോശമായ സാധനമായിട്ടല്ല, നല്ല ഇഷ്ടത്തിലാണ് ചെയ്തത്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്, മിത്രകുലം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണാണ്. കമ്മ്യൂൺ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. അതിന്റെ ലോക ചരിത്രം എടുത്തു നോക്കാം. കേരളത്തിൽ തന്നെ അതിന് മാതൃകകളുണ്ട്, ഇന്ത്യയിലും പലയിടത്തും മാതൃകകളുണ്ട്. അവിടെ നമ്മളുടെ തീം അനുസരിച്ചാണ് പോവുക. അപ്പൊ ഇവിടെ ജീവിതം തന്നെ എനർജിയാക്കി, സ്പിരിറ്റാക്കി, അതൊരു അഡിക്ഷൻ ആക്കി കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. ജീവിതം ആഘോഷിക്കാൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടി വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അടുത്തുള്ളത്. ഞാനും അനാഥാലയത്തിൽ വന്നില്ല. എന്റെ അമ്മയുണ്ട്, അമ്മ അവിടെ നിന്ന് താമസിക്കാറുണ്ട്, എന്റെ അങ്കിളും താമസിക്കാറുണ്ട്. അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ബന്ധുക്കൾ വന്ന് താമസിക്കാറുണ്ട് അവരുടെ റൂമുകളിലെല്ലാം. അപ്പൊ പാലാരിവട്ടത്തിൽ നിന്ന് ഇപ്പൊ വൈറ്റിലേക്ക് അടുത്തോട്ട് മാറിയത് കൊണ്ടാണ് 2023 മെയ് മാസം പിന്നെ സുരേഷ് ചേട്ടൻ അവിടെ നിന്ന് മാറിയത്. അല്ലാതെ അവിടെ നിന്ന് മാറിയിട്ട് കോൺട്രവേഴ്സി ഒന്നുമല്ല. അത്രയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാം വഴി സുരേഷ് ചേട്ടൻ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് അവിടെ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ച് അവർക്കോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ മക്കൾക്കോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ അദ്ദേഹത്തിന്റെ ആർക്കെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോട് വെച്ചാൽ അവരെല്ലാം അവിടെ വന്ന് ആഘോഷിച്ചാണ്. അവർക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് 24 ചാനൽ വന്ന പ്രോഗ്രാം കൊണ്ട് സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാനും കൂടി ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും ചേട്ടൻ ക്ഷമ ചോദിച്ചതുകൊണ്ട് നല്ല കാര്യം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ നാട്ടുകാരെ കുറ്റം പറയാനുള്ള ഒരു ചോദിച്ചത് നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ കാരണമാണ് നാട്ടുകാർ അങ്ങനത്തെ ഒരു തോട്ടിലോട്ട് തന്നെ പോയത്.
ആ ഒരു തോട്ടിലോട്ട് നിങ്ങളാണ് നാട്ടുകാർ ഇട്ട്. എന്നിട്ടിപ്പോ നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ വലിയ നല്ല വെള്ളം ചമയുമ്പോൾ അത് യോജിപ്പുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ സോറി പറഞ്ഞു, ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുന്നു. അല്ലാത്ത പക്ഷം നാട്ടുകാരെ കുറ്റം പറയാനുള്ള ഒരു റൈറ്റ്സും നിങ്ങൾക്കില്ല. നിങ്ങൾ ഒറ്റ വ്യക്തി കാരണമാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് പോയത്. നമ്മളും ആ വീഡിയോ കാണുന്ന സമയത്ത് അങ്ങനെ തിങ്ക് ചെയ്യത്തുള്ളൂ, ഇതെന്ത് സംഭവം, ഇതെന്താ ഇങ്ങനെ, ഇതിപ്പോ നമ്മൾ ആരും കേൾക്കാത്തൊരു ട്വിസ്റ്റ് അല്ലേ കഥയിൽ സംഭവിച്ചെന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ അമൃത തിരിഞ്ഞു നോക്കിയില്ലേ, അഭിരാമി സ്വന്തം അപ്പനെ തിരിഞ്ഞു നോക്കിയില്ലേ എന്നുള്ളൊരു കാര്യത്തിലോട്ട് പോയി. പക്ഷെ ആ വ്യക്തി അവരുടെ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ, കുറച്ച് അവിടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു, അങ്ങനെ പോയി താമസിച്ചെന്നാണ് പറയുന്നത്. ഓക്കെ, വോട്ടവർ. അപ്പൊ അതൊക്കെയാണ്. പിന്നെ മക്കളെ തിരിഞ്ഞു നോക്കാണ്ട്, മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാണ്ട് മക്കളുണ്ട് അനാഥാലയങ്ങളിൽ ആക്കാറുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതേ കർമ്മ തിരിച്ചടിക്കും. താൻ ചെയ്യുന്നതിന് അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് വേണ്ട, മക്കളൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മളെ പെറ്റു വളർത്തി നമ്മുടെ വളർച്ച കണ്ട് സന്തോഷിച്ച മാതാപിതാക്കളാണ്. അവരൊരു സമയം കഴിയുമ്പോൾ കൊണ്ട് അനാഥാലയത്തിൽ ഇട്ടിട്ട് നമുക്കൊന്നും നേടാനില്ല, നഷ്ടം മാത്രമേ ജീവിതത്തിലുള്ളൂ. എന്തായാലും ഇനി അമൃതയും ഈ പറയുന്ന അഭിരാമിയും ഒക്കെ ആയിട്ട് ഈ സുരേഷ് ഏട്ടൻ മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ അവരുടെ വെഡിങ് ആനിവേഴ്സറി എങ്ങാണ്ട് ആഘോഷിച്ച ഒരു വീഡിയോ ഉണ്ട്, ഞാനൊന്ന് കൊടുക്കാം. അതെ, 34 years ഓഫ് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും കല്യാണം കഴിച്ചിട്ടുള്ളവർക്കും കല്യാണം കഴിക്കാനിരിക്കുന്നവർക്കും എനിക്കൊക്കെ എന്താണ് ഉപദേശം തരാനുള്ളത്? കല്യാണം കഴിക്കരുതെന്ന് മാത്രം പറയരുത്. അല്ല, നമ്മളെ കടലിലൂടെ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ തിരമാല വന്ന ആ തിരമാലയില് നമ്മൾ പെട്ട് ഇങ്ങനെ പൊങ്ങി നാടും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പോകും. സുനാമി വന്നാലോ എന്ത് വന്നാലും. പക്ഷെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇവിടെ ഒരു കരയുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ കരയാണ് ആ പ്രതീക്ഷയാണ് മുമ്പോട്ട് പോണത്. അപ്പോ ജീവിതം അത്രയേ ഉള്ളൂ. ആ വലിയ കടലിൽ അച്ഛനെ പഞ്ചസാനും പമ്മച്ചൊറിയും കമോൺ പഞ്ച് രൂപ ജനിച്ച പോലെ നമുക്കും ആരെങ്കിലും ജനിപ്പിക്കണം, അത് നമ്മുടെ കടമയാണ്. കല്യാണം കഴിക്കാന്നുള്ള ഇന്ത്യയിലെ ഒരു നിയമമാണ്, അത് ചെയ്യണം. അതായത് നല്ല കുട്ടികൾക്കൊക്കെ ഓക്കെ കല്യാണം കഴിക്കാണ്ടുള്ള അതൊരു നിയമപരമായിട്ടുള്ള എല്ലാത്തിനോട് കുഞ്ഞാമൃത് ഇപ്പോഴത്തെ അവസ്ഥയിൽ യോജിപ്പില്ല. നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോ ഞാൻ വേറെ ഡയലോഗ് പറയും. ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അപ്പനും അമ്മയും മക്കളൊക്കെ ആയിട്ടുള്ള ബോണ്ട്. അതുകൊണ്ട് ഇവര് കൊണ്ടുപോയി ആ അപ്പനെ അവസാന കാലഘട്ടത്തിൽ വൃദ്ധസദനത്തിൽ ഇട്ടു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്തോ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ മരിക്കുന്നതിന് കുറച്ച് മുന്നേ ഉള്ള വീഡിയോസാണ്. അപ്പോൾ അത്രയും ബോണ്ടിലാണ് അവർ, മച്ചാമ്പി ആ ഒരു ബന്ധമാണ്. ഓക്കെ, എന്തായാലും എൻ്റെ പൊന്നു ചേട്ടന്മാർ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണങ്ങളോ സ്റ്റേറ്റ്മെന്റോ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ കട്ടായിട്ട് സംസാരിക്കണം, ക്ലിയർ കട്ടായിട്ട് പറയണം. അല്ലാത്ത പക്ഷം തേഞ്ഞൊട്ടും. എന്നിട്ട് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എൻ്റെ പൊന്നെണ്ണ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ. ഒരുപാട് പേര് അമൃതയെ തെറി വിളിക്കുന്നുണ്ട്, അമൃതയാണ് കുറ്റക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട്. വിട്ടുകള, പാവം പെണ്ണ്. ആ പെണ്ണ് ജീവിതത്തിൽ ഒരുപാട് സഫർ ചെയ്തു, ഒരുപാട് അനുഭവിച്ചു. അതിനുശേഷം ഇപ്പോൾ അവളുടേതായ രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നൈസായിട്ട് പോട്ടെ. ജീവിതത്തിൽ ഇനിയെങ്കിലും കുറേ നേട്ടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ ആ കൊച്ചിന്. അതേ എനിക്ക് പറയാനുള്ളൂ. പുതിയൊരു വീഡിയോ ഇടണം.